ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. കേരള കോപ്പറേറ്റീവ് റൂൾസിൻ്റെ ചാപ്റ്റർ 12 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിന് തുടർന്നുള്ള വീഡിയോ ആണത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഇത് കാണുമ്പോഴാണ് നമുക്കൊരു തുടർച്ച കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് 101 റൂൾ 101 മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. റൂൾ 100 രജിസ്ട്രേഷൻ ഓഫ് അപ്പീൽ ആൻഡ് അപ്ലിക്കേഷൻസ് ആണ്. റൂൾ 100 രജിസ്ട്രേഷൻ ഓഫ് അപ്പീൽ ആൻഡ് അപ്ലിക്കേഷൻസ് ആണ്. പിന്നെ മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് റൂൾ 101 പറയുന്നത്. മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സ് വ്യത്യസ്തമായ രജിസ്റ്റേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഏതേത് ഫോമുകളിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോം നമ്പർ 21 അപ്പീലിന് വേണ്ടിയുള്ള രജിസ്റ്ററാണ്. ഫോം നമ്പർ 22 റിവ്യൂ ആപ്ലിക്കേഷനുള്ള രജിസ്റ്ററാണ്. ഫോം നമ്പർ 23 ആപ്ലിക്കേഷൻ ഫോർ റിവിഷനാണ്. റിവിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന ഫോം നമ്പർ 23 24 റീസ്റ്റോറേഷന് വേണ്ടിയുള്ളതാണ്. പിന്നെ 25 രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ മിസ്സലേനിയസ് മാറ്റേഴ്സ് ആണ്. 26 പറയുന്നത് അൺരജിസ്റ്റേർഡ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. തള്ളിപ്പോകുന്നതിലെല്ലാം നമ്മൾ അൺരജിസ്റ്റേർഡായി കണക്കാക്കാം. വ്യക്തമായ തെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പലതും തള്ളിപ്പോവാം. എല്ലാം ജെനുവിൻ കേസ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് അതാത് സമയങ്ങളിൽ അവരതിനനുസരിച്ച് തള്ളിക്കളയും കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂൾ 102 ആണ്. 102 ഇൻറ്റിമേഷൻ ടു രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ടു ദ രജിസ്ട്രേഷൻ ഓഫ് അപ്പീൽ ഓർ അപ്ലിക്കേഷൻ. ഒരു ഇൻറ്റിമേഷൻ അയക്കും രജിസ്ട്രാർക്ക്. ആര്? സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണൽ. എന്താണ് ഇൻറ്റിമേഷനിൽ പറയുന്നത്? ട്രിബ്യൂണലിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം, ബന്ധപ്പെട്ട രേഖകളും പേപ്പറുകളുമെല്ലാം എന്തു വേണം? അവർക്ക് ആവശ്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് സെക്രട്ടറി രജിസ്ട്രാർക്ക് ഒരു അറിയിപ്പ് അയക്കും. അതാണ് ഇൻറ്റിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇൻറ്റിമേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 27 പറയുന്നത് കേട്ടോ. റൂൾ 102 ഇൻറ്റിമേഷൻ ടു രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ടു ദ രജിസ്ട്രേഷൻ ഓഫ് അപ്പീൽ ഓർ അപ്ലിക്കേഷൻ. വെൻ ആൻ അപ്പീൽ ഓർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ രജിസ്റ്റർ ചെയ്യുന്നത് റൂൾ 100 പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. ഒരു അപ്പീലോ അപ്ലിക്കേഷനോ രജിസ്റ്റർ ചെയ്യുന്നത് റൂൾ 100 പ്രകാരമാണ് എന്ന് ഓർത്തിരിക്കണം. ദ സെക്രട്ടറി ഷോൾ സെൻഡ് ആൻ ഇൻറ്റിമേഷൻ ഇൻ ഫോം നമ്പർ 27. ഫോം നമ്പർ 27 ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ ആർക്ക് അയക്കും? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ അതർ കൺസേൺഡ് ഓഫീസർ. ആരാണോ അതുമായി ചുമതലയുള്ള ഓഫീസർ അദ്ദേഹത്തിന് അയക്കും. ഇതുമായി ഈ അപ്പീലുമായി ബന്ധപ്പെട്ട ഓഫീസിലുള്ള രേഖകളെല്ലാം കൈമാറണം എന്ന് പറഞ്ഞ് ഒരറിയിപ്പാണ് കൊടുക്കുന്നത്. കൈമാറിയാൽ മാത്രമല്ല അവർക്ക് അതർ പ്രൊസീഡിങ്സ് എല്ലാം തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. റൂൾ 103 അടുത്ത റൂള് 103 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ കേസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ഓക്കെ, അത് ഫോം നമ്പർ 28 അഡ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അഡ്മിറ്റ് ചെയ്യുന്നത് സെക്രട്ടറി ഷോൾ ഗീവ് എ നോട്ടീസ് ഇൻ ഫോം നമ്പർ 28. ഫോം നമ്പർ 28 ഒരു പ്രിലിമിനറി ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കും. അപ്പോൾ അതോടുകൂടിയാണ് ഈ കേസ് അഡ്മിഷൻ ആവുന്നത് കേട്ടോ. പ്രിലിമിനറി ഹിയറിങ്ങിനുള്ള നോട്ടീസ് കൊടുക്കുന്നതിനുള്ള ഫോം നമ്പർ 28 റൂൾ 103 അഡ്മിഷനാണ്. ഫോം നമ്പർ 28 ദ സെക്രട്ടറി ഷോൾ ഗീവ് എ നോട്ടീസ് ഇൻ ഫോം നമ്പർ 28 ടു ദ അപ്പലൻറ്റ്, അപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഹിസ് ഏജൻറ്റ് ഓർ പ്ലീഡർ എനിത്തിങ് എൽസ്. പ്രിലിമിനറി ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നത് ഫോം നമ്പർ 28 ഫോം നമ്പർ 27 ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. ഇൻറ്റിമേഷൻ എന്തിനാണ് ഇൻറ്റിമേഷൻ കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള രേഖകളെല്ലാം തിരിച്ചു വേണം അല്ലെങ്കിൽ ഇതിന് വേണം, ഈ ഒരു പർപ്പസിന് വേണ്ടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇൻറ്റിമേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 27 ഫോം നമ്പർ 28 കൊടുക്കുന്നത് എന്താണ്? അതായത് അപ്ലിക്കൻറ്റിനോ ഏജൻറ്റിനോ പ്രിലിമിനറി ഹിയറിങ്ങിന് ഹാജരാകാൻ വേണ്ടി കൊടുക്കുന്നതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫോം നമ്പർ 28 കേട്ടോ. ഇനി അടുത്തതിലേക്ക് കടന്നാൽ റൂൾ 104 ഡെത്ത് ഓഫ് എ പാർട്ടി. അങ്ങനെ സംഭവിക്കാല്ലേ, ഇഫ് എനി പാർട്ടി ഡൈസ് ബിഫോർ ദ കൺക്ലൂഷൻ ഓഫ് ദ ഫൈനൽ ഹിയറിംഗ്. ഫൈനൽ ഹിയറിങ്ങിന് മുമ്പേ തന്നെ
ഒരു പാർട്ടി മരണപ്പെടുകയാണെങ്കിൽ ദ ട്രിബ്യൂണൽ ഷാൾ അഡ്ജേൺ. അപ്പോൾ അതോടുകൂടി അത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കും. ഫർദർ പ്രൊസീഡിങ്സ് ടു എനേബിൾ ദ ഇംപ്ലീഡിംഗ് ഓഫ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ്. മരണപ്പെട്ട വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ ഉൾക്കൊള്ളിക്കാനുള്ളൊരു സമയപരിധി കൊടുത്തുകൊണ്ട് താൽക്കാലികമായി അവരെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അവരുടെ പ്രൊസീഡിങ്സ് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കും, തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കും. കാരണം പെട്ടെന്ന് മരണപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് ഹെയേഴ്സിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു സമയപരിധി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ അഡ്ജേൺ ചെയ്യുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയപരിധി പറയുന്നത് 90 ദിവസമാണ് പറയുന്നത്. Application for the impleading shall be made within 90 days of the death of the party, otherwise the proceeding shall abate. കറക്റ്റായിട്ട് കക്ഷി 90 ദിവസത്തിനകം, കക്ഷി മരിച്ച് 90 ദിവസത്തിനകം അപേക്ഷ നൽകണം, ഞങ്ങളെ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട്. അല്ലാത്ത പക്ഷം നടപടികളെല്ലാം, ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അവസാനിപ്പിക്കുമെന്നാണ് പറയണത്. കക്ഷി മരിച്ച് 104 ഓർത്ത് വയ്ക്കുക. എന്താ 104? ഡെത്ത് ഓഫ് പാർട്ടിയാണ്. റൂൾ 104 ഡെത്ത് ഓഫ് പാർട്ടിയാണ്. ഒരു ഫൈനൽ ഹിയറിങ്ങിന് മുമ്പേ ഒരു പാർട്ടി മരണപ്പെട്ടാൽ താൽക്കാലികമായിട്ടുള്ള പ്രൊസീഡിങ്സ് നിർത്തിവെക്കുകയും അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രൊസീഡിങ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കാലാവധി, അതാണ് വിത്തിൻ 90 ഡേയ്സ് കേട്ടോ. 90 ദിവസം ഈ അവർക്ക് അപേക്ഷ നൽകാം. അല്ലെങ്കിൽ അവർ അപേക്ഷയൊന്നും കൊടുക്കുന്നില്ല വെച്ചാൽ എന്താവും, ആ നടപടി അവസാനിപ്പിക്കും കേട്ടോ. ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ അതിൽ കൂടി ജോയിൻ ചെയ്ത് പോവാം. അടുത്തത് പറയുന്നത് റൂൾ 105 റൂൾ 105 ഡിറ്റർമിനേഷൻ ഓഫ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അത് പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെയാണ്. കാരണം ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണെന്ന് വ്യക്തമായ തെളിവ് വേണം, അല്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ. അപ്പോൾ ഡിറ്റർമിൻ ചെയ്യണം വെദർ എ പേഴ്സൺ ഈസ് എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓർ നോട്ട് എന്നത് ട്രിബ്യൂണലിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വേണ്ട ഓർഡേഴ്സും അല്ലെങ്കിൽ രേഖകളെല്ലാം ഹാജരാക്കിയാൽ മാത്രമേ അവരെ കക്ഷി ചേർക്കുകയുള്ളൂ. ഞാൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആവില്ല അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയതിന് ശേഷം മാത്രമേ അവരെ കക്ഷി ചേർത്ത് തുടർന്നുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ റൂൾ 106 പറഞ്ഞ അബേറ്റ്മെൻ്റ് ആണ്. വേർ ദ പെൻഡിങ് പ്രൊസീജിയേഴ്സ് അബേറ്റ് ചെയ്താൽ നോ ഫ്രഷ് പ്രൊസീഡിംഗ് ഷാൾ ബി സ്റ്റാർട്ടഡ് ഓൺ ദ സെയിം കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പം മുടങ്ങിക്കിടന്ന എന്തെങ്കിലും സംഭവങ്ങൾ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും കാരണവശാൽ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ, ഇപ്പോൾ താൽക്കാലികമായി നിന്ന് പോയൊരു കേസാണ്, പിന്നെ അതിൻ്റെ മുകളിൽ അതേ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് പിന്നെ ട്രിബ്യൂണലിൻ്റെ അടുത്ത് സമീപിക്കാൻ ഒന്നേന്ന് തുടങ്ങാൻ ട്രിബ്യൂണൽ സമ്മതിക്കില്ല കേട്ടോ. അതായത് പിന്നെ അവിടുന്ന് തുടങ്ങില്ല. ആ പെൻഡിങ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഓൺ ദ സെയിം കോഴ്സ് ഓഫ് ആക്ഷൻ. ആ സെയിം കോഴ്സ് ഓഫ് ആക്ഷന് വേണ്ടിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇതൊന്നും അത്ര, അതായത് ഡേയ്സും ഫോമുകളും ഉള്ളത് മാത്രം നമ്മൾ ജസ്റ്റ് മെമ്മറിയിൽ എടുത്തു പോയാൽ മതി. ബാക്കിയൊക്കെ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കുറച്ച് സെക്ഷൻസിൽ മാത്രമേ കുറച്ച് റൂൾസിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ കറക്റ്റായിട്ടുള്ള, ബാക്കിയെല്ലാം അവർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് മാത്രം. പക്ഷേ ഈ ഫോം നമ്പർ വരുന്നതും ഡേയ്സ് വരുന്നതും മാത്രം നമ്മളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതെന്താണ്, എന്തിനു വേണ്ടിയാണ്, ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ജസ്റ്റ് മാത്രം ഒന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ റൂൾ 107 പറഞ്ഞത് ഫെയിലിയർ ടു പേ ഫീസാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റുകൾ കുറവാണ്. റൂൾ 108 പ്രൊസീജിയർ ഫോർ ക്രോസ് ഒബ്ജക്ഷൻ എല്ലാം വെരിഫൈ ചെയ്യണം. റൂൾ 109 നോട്ടീസ് ഓഫ് പാർട്ടീസ് ടു അപ്പിയർ ബിഫോർ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് ഫൈനൽ ഹിയറിങ്ങിനുള്ളതാണ് ഈ ഫോം നമ്പർ 29 കേട്ടോ. ഫൈനൽ ഹിയറിങ്ങിന് ഹാജരാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നോട്ടീസാണ് എന്ത്, ഫോം നമ്പർ 29. അപ്പോൾ അത് ഓർത്തിരിക്കണം. പിന്നെ 110 സർവീസ് ഓഫ് നോട്ടീസാണ്. സർവീസ് ഓഫ് നോട്ടീസ് സെക്രട്ടറി ഷോൾ ഇൻ റൈറ്റിങ്സിൽ സൈനും സീലും ഒക്കെ ചെയ്ത് കറക്റ്റായിട്ടൊരു മാനർ, അതായത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നോട്ടീസസും സമ്മൺസും ഒക്കെ എന്തെങ്കിലും പേഴ്സൺ അയക്കുമ്പോൾ എന്ത് വേണം, റൈറ്റിംഗ് ആയിരിക്കണം. സെക്രട്ടറി വിത്ത് സൈൻ ആൻഡ് സീൽ അഫിക്സ്ഡ് ആൻഡ് ഷോൾ ബി സെർവ്ഡ് ഇൻ ദ മാനർ പ്രൊവൈഡഡ് ഇൻ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം നോട്ടീസുകളൊക്കെ സെൻഡ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. 111 അഡ്ജേൺമെൻറ്റ് ഓഫ് ഹിയറിംഗ്. വാദം കേൾക്കാൻ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാദം കേൾക്കാൻ മാറ്റിവെക്കാനുള്ള അവകാശമൊക്കെ ആർക്കുണ്ട്, അല്ലെങ്കിൽ അധികാരമൊക്കെ ആർക്കുണ്ട്, നമ്മുടെ സെക്രട്ടറിക്ക് ഉണ്ട് അല്ലേ.
അതായത് ഇപ്പോൾ എന്തെങ്കിലും നെക്സ്റ്റ് സിറ്റിംഗ് എന്നെല്ലാം തീരുമാനം എടുക്കാനും, പിന്നെ അതുപോലെ തന്നെ അഡ്ജേൺഡ് ഡേറ്റ് ഷാൾ ബി നോട്ടിഫൈഡ്, നോട്ടീസ് ബോർഡിൽ അടുത്ത എന്നാണോ ഇനി ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് ബോർഡിൽ തീർച്ചയായിട്ടും അത് കാണിക്കണം. അതാണ് പറയുന്നത്. അഡ്ജേൺമെൻറ്റ് എന്ന് വെച്ചാൽ വാദം കേൾക്കാൻ മാറ്റിവെക്കുക. എന്തെങ്കിലും പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കാൻ മാറ്റിവെക്കലുണ്ടെങ്കിൽ മുൻകൂറായിട്ട് തന്നെ അറിയിക്കണം. അത് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം. ട്രിബ്യൂണൽ മേ ഐദർ ഒന്നുകിൽ സ്വന്തം ഇഷ്ടപ്രകാരം സിയോ മോട്ടോയിൽ ട്രിബ്യൂണലിൽ അങ്ങനെ തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് എനി പാർട്ടി അഡ്ജേൺ ദ ഹിയറിംഗ് ടു എ ഡെഫിനിറ്റ് ഡേറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പ്രത്യേകിച്ചൊരു കാരണം കാണിച്ച് മാറ്റിവെക്കണം എന്ന് അറിയിക്കുകയാണെങ്കിലും എന്താണ്, കറക്റ്റായിട്ട് മാറ്റിവെക്കും കേട്ടോ, അഡ്ജേൺമെൻറ്റ് നടക്കും. അതാണ് പറയുന്നത്. പിന്നെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഹിയറിംഗ്, കേൾവി എന്താണ്, കേൾവിക്ക് എന്ത് പുരോഗതിയാണുള്ളത് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ നൽകും എന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്താണ് കേസിൻ്റെ പുരോഗതി എന്ന് വിലയിരുത്താനുള്ള ഒരു സംവിധാനം ഇതിലുണ്ടെന്നാണ് പറയുന്നത്. 113 ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഹിയറിങ് അറിയാം, ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആരെയാണ് കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പലൻ്റ് അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിനെയാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷമാണ് റെസ്പോണ്ടൻറ്റിനെ കേൾക്കുക കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ 114 റീസ്റ്റോറേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻ പുനഃസ്ഥാപിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഫ്രഷ് എവിഡൻസ് ഇൻ അടുത്ത 115 വരുന്നത് ഫ്രഷ് എവിഡൻസ് ഇൻ അപ്പീൽ. ഫ്രഷ് എവിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആരായണം, നോക്കണം അവർ. പുതിയ രേഖകളെല്ലാം പരിശോധിക്കണം. പിന്നെ പി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് വയ്ക്കും. അതായത് അപ്പലൻറ്റുമായി ബന്ധപ്പെട്ട സീരീസ് പി സീരീസ് ഫോർ അപ്പലൻ്റ് ആൻഡ് ആർ സീരീസ് ഫോർ റെസ്പോണ്ടൻ്റ് എന്നാണ് പറയുന്നത്. ഓരോ വിറ്റ്നസ്സുകൾ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി അവരെയൊക്കെ സീരിയൽ നമ്പർ ചെയ്യും. PW1 എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ് 1, പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ് 2 എന്ന് പറഞ്ഞ് എല്ലാം നമ്മുടെ കറക്റ്റായിട്ടുള്ള നിയമത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും. അതാണ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. ഫ്രഷ് എവിഡൻസ് ഇൻ അപ്പീൽ. പിന്നെ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ 116 ഓർഡർ ഓഫ് ദ ട്രിബ്യൂണലാണ്. ഓർഡർ കമ്മ്യൂണിക്കേഷൻ നടത്തണം 7 days എന്ന് പറയുന്നുണ്ട്. അവിടെ സെക്ഷനിൽ 15 days എന്നും ഇവിടെ 7 days എന്നാണ് പറയുന്നത്. രണ്ടും ഓർത്തിരിക്കുക. എവറി ഓർഡർ ഷോൾ ബി ഡേറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ ട്രിബ്യൂണൽ. കറക്റ്റായിട്ട് ഡേറ്റും സൈനൊക്കെ ചെയ്യണം. എവറി ഓർഡർ ഷോൾ ബി റൈറ്റിംഗ് ആൻഡ് ഷോൾ ബിയർ ദ സീൽ ഓഫ് ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നുണ്ട്. ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ 116 ആണ്. 117 കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്. 118 റിട്ടേണിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതൊരു ജസ്റ്റ് ഒരു പോയിൻ്റ് ഇവിടെ ഓർത്തിരിക്കണം. സെക്രട്ടറിയിൽ നിന്നും 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫൈനൽ ഓർഡർ കൈപ്പറ്റണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതായത് ഫൈനൽ ഓർഡർ കിട്ടിയതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവില്ല, നമ്മൾ തിരിച്ച് കൈപ്പറ്റണം എന്നാണ് പറയുന്നത് കേട്ടോ. ആരാണോ കേസ് കൊടുത്തത് അപ്പോൾ അവർ തിരിച്ച് രേഖകളൊക്കെ മേടിക്കണം. എത്ര നാളിനുള്ളിൽ? 3 മാസത്തിനുള്ളിൽ. ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇൻസ്പെക്ഷന് ചാർജ് പറയുന്നുണ്ട്. ചാർജിനെ കുറിച്ചാണ് പറയണത്. 75 പൈസയാണ് ഓരോ മണിക്കൂറിൽ. അപ്പോൾ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു ഓഫീസർ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രേഖ പരിശോധിക്കണം എങ്കിൽ അത് പരിശോധിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. നമ്മൾ 75 പൈസ ഓരോ മണിക്കൂറിന് 75 പൈസ എന്ന നിരക്കിൽ കോട്ട് ഫീ സ്റ്റാമ്പാണ് ഒട്ടിക്കുക, കോട്ട് ഫീ സ്റ്റാമ്പാണ് വാങ്ങുക, അതാണ് നമ്മൾ അതിൽ പതിക്കുക. അപ്പോൾ നമുക്കൊരു ഇൻസ്പെക്ഷൻ ഓഫീസറിനെ വിട്ടുതരും, സെക്രട്ടറി കേട്ടോ. ആ ഓഫീസറുടെ കീഴിലിരുന്നിട്ട് വേണം ഇൻസ്പെക്റ്റ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 75 പൈസ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ റൂൾ 120 കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം. റൂൾ 120മായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ 75 പൈസയായിട്ട് കൊടുക്കുകയല്ല, കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ് കേട്ടോ. അത് ആ കോട്ട് ഫീ സ്റ്റാമ്പ് അഫിക്സ് ടു ദ ആപ്ലിക്കേഷൻ, അങ്ങനെയാണ് പൈസ അളക്കുന്നത്. പിന്നെ സെർച്ച് ഓഫ് റെക്കോർഡ് തിരയാൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഓഫീസറെ വിട്ടുതരും ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സെർച്ച് ഓഫ് റെക്കോർഡ് ചെയ്യാൻ എന്താണ് പ്രൊസീജിയർ എന്നാണ് പറയണത് കേട്ടോ. ആപ്ലിക്കേഷൻസ് തള്ളിപ്പോകുന്നതിലെല്ലാം നമ്മൾ അൺരജിസ്റ്റേർഡായി കണക്കാക്കാം. സെർച്ച് ഓഫ് റെക്കോർഡ് റൂൾ 120 റൂൾ 120 സെർച്ച് ഓഫ് റെക്കോർഡാണ്. ഫീ ഫോർ എവറി ആപ്ലിക്കേഷൻ ഫോർ സെർച്ച് ഓഫ് ഡോക്യുമെൻറ്റ് ഷോൾ ബി പെയ്ഡ് ഇൻ കോട്ട് ഫീ സ്റ്റാമ്പായിട്ട് ഒട്ടിക്കണം. ഇതിൻ്റെ നിശ്ചിത ഫീസ് പറയുന്നുണ്ട്. ചെറിയ ഫീസാണ് പറയുന്നത്, പഴയ കാലത്തുള്ളതല്ലേ. അപ്പോൾ അതിൽ റൂൾ കാര്യമായിട്ട് ഇതിലൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം പഴയ ഫീസ് തന്നെയാണ് കേട്ടോ. 5 രൂപ, അതാണ് 75 പൈസ എന്നൊക്കെ കണ്ടുല്ലോ. ഒരു ഡോക്യുമെൻ്റ് 10 വർഷത്തിൽ
അത്ര പഴക്കമില്ല, 10 വർഷത്തിൽ താഴെ. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലാത്തത് എന്നാണ് പറയുന്നത്. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലാത്തത് അതാണെങ്കിൽ ഇപ്പം കറക്റ്റായിട്ട് വർഷം അറിയാം, ഇന്ന വർഷത്തെയാണ് ഡോക്യുമെൻ്റാണ് എനിക്ക് വേണ്ടത്, റെക്കോർഡാണ് എനിക്ക് വേണ്ടത്, അതാണ് സെർച്ച് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയുമെങ്കിൽ 5 രൂപ മതി. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല ഏത് വർഷമാണ് ആ സംഭവം നടന്നത്, അല്ലെങ്കിൽ ഏത് വർഷത്തെ റെക്കോർഡാണ് എനിക്ക് വേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ 5 ഇയർ, ആദ്യത്തെ 5 ഇയർ സെർച്ചിന് 5 രൂപ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഓരോ വർഷത്തിനും 5 രൂപയും കൂടി കൂടുതലായി അടയ്ക്കണം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 10 വർഷത്തിൽ ഉള്ളിലുള്ളതാണെങ്കിൽ എന്ത്, ലെസ് ദാൻ 10 ഇയർ ആണെങ്കിൽ അപ്ലിക്കൻറ്റിന് കറക്റ്റായിട്ട് വർഷം അറിയാമെങ്കിൽ ₹5 രൂപ. അല്ല, അപ്ലിക്കൻറ്റിന് വർഷമൊന്നും അറിയില്ല, അപ്പോൾ ആദ്യത്തെ 5 വർഷത്തിന് 5 രൂപ, പിന്നീട് തുടർന്ന് വരുന്ന ഓരോ വർഷങ്ങൾക്കും 5 രൂപ വെച്ച് അടയ്ക്കണം, അങ്ങനെയാണ് പറയണത്. പിന്നെ വേറെ ഡോക്യുമെൻ്റ് ഈസ് മോർ ദാൻ 10 ഇയേഴ്സ് ഓൾഡ് ആണെങ്കിലും ഇതിൻ്റെ ഡബിള്, ഈ പറഞ്ഞിരിക്കുന്ന എയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഡബിൾ കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കണം. റൂൾ 120 ബന്ധപ്പെട്ട സെർച്ച് ഓഫ് റെക്കോർഡുമായി ബന്ധപ്പെട്ട ഫീസ് ഓർത്തിരിക്കണം. ഈ കോളം നിങ്ങൾ വരച്ച്, ഇങ്ങനത്തെ കോളംസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡേറ്റ്സും ടൈം ലിമിറ്റും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് ഇന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അത് ചാപ്റ്റർ 12, അപ്പോൾ ചാപ്റ്റർ 12 റൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ചാപ്റ്റർ 13 ബന്ധപ്പെട്ടുള്ള സെക്ഷൻസിലുള്ള കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്ത് എഴുതി വയ്ക്കുക. കറക്റ്റായിട്ട് ഒരു പേപ്പറിൻ്റെ 2 പകുത്ത് എഴുതിയാൽ അത്രയും നല്ലത്. അല്ല അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വേറെ തന്നെ എഴുതി വയ്ക്കാം. ഒരു ഭാഗത്ത് കുറച്ച് സെക്ഷൻ്റെ സംഭവങ്ങളും അപ്പുറത്തെ റൂൾ, അപ്പോൾ ഒരുമിച്ചെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ചെയ്തു വയ്ക്കുക. കാരണം ഇതിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തിന് ഉപകാരമാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറണമെന്നില്ലല്ലോ. ഇപ്പോൾ ജസ്റ്റ് അമെൻമെൻറ്റ് വന്നു എന്നേ ഉള്ളൂ. പക്ഷേ റൂളിൽ അമെൻമെൻറ്റ് വന്ന് തീരുമാനമായിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതും പഠിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ അത് കാരണം എല്ലാം കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് എഴുതി വയ്ക്കാം. റൂൾ 121 സർട്ടിഫൈഡ് കോപ്പീസാണ്. സർട്ടിഫൈഡ് കോപ്പീസ് ഫോം നമ്പർ 30 പറയുന്നത് കേട്ടോ. സർട്ടിഫൈഡ് കോപ്പീസ് ഫോം നമ്പർ 30. അതിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് റൂൾ 121 ബന്ധപ്പെട്ട് എന്താണ്, ഫോം നമ്പർ 30 സർട്ടിഫൈഡ് കോപ്പീസ് കൊടുക്കുക, മാത്രം ഓർത്തിരിക്കുക. ഇനി റൂൾ 122 കടന്നാൽ അപ്ലിക്കേഷൻ ഓഫ് കോഡ് ഓഫ് പ്രൊസീജിയേഴ്സാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ അപ്ലിക്കേഷൻ ഓഫ് കോഡ് ഓഫ് പ്രൊസീജിയേഴ്സാണ്. 123 അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 123 എന്താണ്, ഫീസാണ്. അപ്പീൽസും റിവിഷനും റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റൂൾ 123. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക തന്നെ വേണം. മോണിറ്ററി ഡിസ്പ്യൂട്ടുമായിട്ടാണെങ്കിൽ മിനിമം 200, മാക്സിമം 2000. മോണിറ്ററി ഡിസ്പ്യൂട്ടുമായുള്ള തർക്കങ്ങളിൽ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ അപ്പീലുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നത്. മോണിറ്ററി ഡിസ്പ്യൂട്ടാണെങ്കിൽ മിനിമം 200, മാക്സിമം 2000. നോൺ മോണിറ്ററി ആണെങ്കിലോ ഇലക്ഷൻ ഡിസ്പ്യൂട്ടിന് 2000. അതർ ഡിസ്പ്യൂട്ട് മറ്റ് തർക്കങ്ങളാണെങ്കിൽ 500 കേട്ടോ. റിവിഷൻ റിവ്യൂ 250 തന്നെ. റിവിഷനും ഫീസ് 250, റിവ്യൂവിനും ഫീസ് 250. അപ്പോൾ അത് പക്കയാക്കി പഠിച്ചു വയ്ക്കുക. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം 200, മാക്സിമം 2000. നോൺ മോണിറ്ററി ആണെങ്കിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 2000, അതർ ഡിസ്പ്യൂട്ടിന് 500. റിവിഷൻ്റെ ഫീസ് എത്രയാണ്, 250. റിവ്യൂവിൻ്റെ ഫീസ് എത്രയാണ്, 250. ഓക്കെ, ഇതും എല്ലാം പറയുന്നത് എവിടെയാണ്, റൂൾ 123. ഇനി അടുത്ത് റൂൾ 124 കടന്നാൽ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്പോസൽ ആൻഡ് റിവിഷൻ ബിഫോർ അതർ അതോറിറ്റീസ്. അതർ അതോറിറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ, രജിസ്ട്രാറും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അതിന് അന്നത്തെ ടൈം ലിമിറ്റ് അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മൾ. എന്നാലും ഇവിടെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു പേഴ്സണെ അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ വിസമ്മതിക്കുകയാണ്, അത് എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അപ്പീലിൻ്റെ ഡിസ്പോസ് ചെയ്യേണ്ട കാലപരിധി എത്രയാണ്, 2 മാസമാണ്. ബാക്കി എല്ലാ കേസസിലും എങ്ങനെയാണ്, 6 മാസമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുന്നിലത്തെ നമ്മൾ കണ്ടൻറ്റ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ടൈം ലിമിറ്റ് ഫോർ ഡിസ്പോസിങ് അപ്പീൽ റിഫ്യൂസിങ് അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ആസ് പെർ സെക്ഷൻ 83 സബ്സെക്ഷൻ 1C പ്രകാരം 2 മാസമാണ് ഡിസ്പോസ് ചെയ്യേണ്ട കാലപരിധി. ആര് ഡിസ്പോസ് ചെയ്യേണ്ടത്, ട്രിബ്യൂണൽ ഡിസ്പോസ് ചെയ്യേണ്ട കാലപരിധി കേട്ടോ. മറ്റ് കേസസിലെല്ലാം 6 മാസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു കേസസിൽ മാത്രം എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട മെമ്പറിൻ്റെ എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും അഡ്മിഷൻ റിഫ്യൂസിങ് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ആസ് പെർ സെക്ഷൻ 83 1C പ്രകാരമാണെങ്കിലും 2 മാസമാണ്
ഡിസ്പോസ് ചെയ്യാനുള്ള കാലപരിധി പറയുന്നത്, മറ്റേതിന് 6 മാസമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് അടുത്തേക്ക് വരുമ്പം 124A ആണ് കേട്ടോ. 124Aയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീസ് ഫോർ അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഫോർ റിവിഷൻ ബിഫോർ ദ ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ. അപ്പോൾ അവിടെ പറയുന്നത് അപ്പലൻ്റ് ഓർ അപ്ലിക്കൻ്റ് ഈസ് ആൻ എംപ്ലോയി ആണെങ്കിൽ, ഇദ്ദേഹം ഒരു എംപ്ലോയി ആണെങ്കിൽ അപ്പീൽ കൊടുക്കുമ്പോൾ ആർക്കാണ്? ഗവൺമെൻറ് രജിസ്ട്രാറിന് കൊടുക്കുമ്പോൾ 2000 രൂപ കേട്ടോ. അപ്പം മെമ്പർ ആണെങ്കിലോ, മെമ്പർ ഓഫ് എ കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ഓർ അതേഴ്സ് ആണെങ്കിൽ 5000 രൂപ. ഇനി ഫീ ഫോർ റിവിഷനുള്ള ഗവൺമെൻറ്റിനും രജിസ്ട്രാറിനും റിവിഷൻ കൊടുക്കുന്ന ഫീ സ്ട്രക്ചറാണ് പറയണത്. 1000ഉം 5000ഉം പറഞ്ഞിട്ടില്ല കേട്ടോ. ഫീ ഫോർ റിവിഷൻ ടു ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ, എംപ്ലോയി ആണെങ്കിൽ 1000, മറ്റേ അപ്ലിക്കൻ്റ് ആരായിരിക്കണം? കമ്മിറ്റി ഓർ സൊസൈറ്റി മെമ്പർ ആണെങ്കിൽ ആരാണ്? 5000 രൂപ കേട്ടോ. അപ്പോൾ അതും ഓർത്തിരിക്കുക. റൂൾ 125 പോവുകയാണ്. റൂൾ 125, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിസിഷൻ ഇൻ അപ്പീൽസ് ഓർ റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ്? രജിസ്ട്രാറോ ഗവൺമെൻറ്റോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത്രേ ഇതിൽ പറയുന്നുള്ളൂ. ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എത്രയാണ്? റൂൾ 125 വരെ നമ്മൾ എത്തിച്ചു എന്ന് പറയാം. കുറേ പോയിന്റുകളുണ്ട്, നമ്മൾ വാസ്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പെറുക്കി പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1-2 പ്രാവശ്യം കാണുക. തുടക്കക്കാരാണെങ്കിൽ 1-2 പ്രാവശ്യം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും കേട്ടോ. പിന്നെ പഠിച്ച കുട്ടികൾക്ക് അറിയാം, അതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടവർക്ക് കുറച്ച് മറന്നുപോയ കാര്യങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കുക, അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ കോളംസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കോളം പോലെ വരച്ച് വൃത്തിക്ക് എഴുതി പഠിക്കണം. ബാക്കിയെല്ലാം ഫോം നമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അപ്പീൽസും റിവിഷൻ്റെ റിവ്യൂടും ഫീസ് ഓർത്തിരിക്കണം. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മാക്സിമം എത്രയാണ്? 2000, മിനിമം 200, മാക്സിമം 2000. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം 200, മാക്സിമം 2000. നോൺ മോണിറ്ററി ആണെങ്കിൽ എലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 2000, അതർ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 500 വരിക. റിവിഷൻ 250, റിവ്യൂ 250. ടൈം ലിമിറ്റ് പറയുകയാണെങ്കിൽ റിഫ്യൂസിങ് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ, അതുപോലെ എക്സ്പൾഷനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും സെക്ഷൻ 83(1)C പ്രകാരം 2 മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കാണ് ട്രിബ്യൂണൽ. മറ്റെല്ലാ കേസസിനും എങ്ങനെയാണ്? 6 മാസമാണ് പറയണത്. ഇത് പറയുന്ന റൂള് 124 ആണ്. റൂൾ 124 ആണ്, ഓർത്തിരിക്കണം. പിന്നെ അടുത്ത കോളം വരുന്നത് ഫീ ഫോർ അപ്പീൽ ബിഫോർ ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാറാണ്. ഗവൺമെൻറ്റിനും രജിസ്ട്രാറിനും അപ്പീൽ ഫയൽ ചെയ്യുമ്പം അപ്പലൻ്റ് അല്ലെങ്കിൽ അപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ 2000 രൂപയും, അല്ല ഒരു കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ 5000 രൂപയാണ് അടയ്ക്കേണ്ടത്. റിവിഷന് വേണ്ടിയാണെങ്കിലോ ഗവൺമെൻറ്റിനും രജിസ്ട്രാറിനും റിവിഷൻ നടത്താനാണെങ്കിൽ 1000ഉം 5000ഉമാണ് വരിക കേട്ടോ. ഇവിടെ 2000, 5000, മറ്റൊടുത്ത് 1000, 5000. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിസിഷൻ, അപ്പീൽ ഓഫ് ഡിവിഷൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ക്യൂ പോലെ നമുക്ക് ടൈം ലിമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. എന്താണ് പ്രധാനപ്പെട്ട ടൈം ലിമിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ? അപ്പീൽ ടു ട്രിബ്യൂണൽ ഷുഡ് ബി ഫയൽഡ് വിത്തിൻ എങ്ങനെയാണ് 60 ദിവസം അല്ലേ? ഡേറ്റ് ഓഫ് ഓർഡർ കിട്ടി 60 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ ടു ട്രിബ്യൂണൽ ഫയൽ ചെയ്യേണ്ടത്. അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണെങ്കിലോ, ഈ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാണ് അതർ അതോറിറ്റീസ്? രജിസ്ട്രാർ അല്ലെങ്കിൽ ഗവൺമെൻറ്. അപ്പീൽ ടു അതർ അതോറിറ്റീസ് ഷുഡ് ബി ഫയൽഡ് വിത്തിൻ എങ്ങനെയാണ് 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. സെയിം ആണ്. ട്രിബ്യൂണൽ ഷാൾ പാസ് ആൻ ഓർഡർ വിത്തിൻ 6 months. 6 മാസത്തിനകം എന്ത് ചെയ്യണം? ഓർഡർ പുറപ്പെടുവിക്കണം അല്ലേ? ഓർഡർ ഓഫ് ട്രിബ്യൂണൽ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്തിൻ 15 days ആണ് സെക്ഷൻ പ്രകാരം. 7 days ആണ് എന്ത്? റൂൾ പ്രകാരം. അതർ അതോറിറ്റീസ് അപ്പീൽ ഷാൾ ബി ഡിസ്പോസ്ഡ് വിത്തിൻ 6 months എക്സെപ്റ്റ് സെക്ഷൻ 83(1)C. 83(1)Cയിൽ 2 മാസം കൊണ്ട് ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റെല്ലാ കേസസിലും ഡിസ്പോസൽ സമയം എപ്പോഴാണ്? 6 മാസമാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും കൂടി പറയുന്നൊന്നുമല്ലോ കേട്ടോ. റിവിഷൻ ബൈ ട്രിബ്യൂണലിന് ലിമിറ്റ് ഉണ്ടോ? ടൈം ലിമിറ്റ് ഇല്ലെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. എന്നാൽ റിവ്യൂനുണ്ടോ? റിവ്യൂനുണ്ട് വിത്തിൻ 90 days ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ. റിവ്യൂനുണ്ട് വിത്തിൻ 90 days ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ ഓർഡറാണ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. റിവിഷൻ ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് ആണെങ്കിലോ 3 months കേട്ടോ, വിത്തിൻ 3 months ഓഫ് ദ ഓർഡറാണ്. റിവിഷൻ ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് ആണെങ്കിൽ വിത്തിൻ 3 months ഓഫ് ദ ഓർഡറാണ്. വിത്തിൻ 3 months ഓഫ് ദ ഓർഡറാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പീൽ ടു ട്രിബ്യൂണൽ ഷുഡ് ബി ഫയൽഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണെങ്കിലോ 60 days തന്നെയാണ്. ട്രിബ്യൂണൽ ഷോൾ പാസ് ആൻ ഓർഡർ വിത്തിൻ 6 months. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സെക്ഷൻ പ്രകാരം 15 ദിവസവും റൂൾ പ്രകാരം 7 ദിവസവുമാണ്. അതർ അതോറിറ്റീസ് അപ്പീൽ ഷാൾ ബി ഡിസ്പോസ്ഡ് വിത്തിൻ 83(1)C പ്രകാരം. 83(1)C പ്രകാരം
53(1) പറയണത് എന്തിനെ കുറിച്ചാണ്? അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്, അപ്പീൽ അഗെയിൻസ്റ്റ് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. ആരെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കുകയോ അവരെ എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട കേസസ് വരുമ്പോഴാണ് 2 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. മറ്റെല്ലാ കേസിനും 6 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണം. റിവിഷൻ ബൈ ട്രിബ്യൂണൽ നോ ടൈം ലിമിറ്റാണ്. റിവ്യൂ ബൈ ട്രിബ്യൂണൽ വിത്തിൻ 90 days ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ. ഓർഡർ കിട്ടിയിട്ട് 90 days. റിവിഷൻ ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് ആണെങ്കിലോ 3 months ആണ് കേട്ടോ. റിവിഷൻ ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് 3 months ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ട്രിബ്യൂണലിൽ ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് ഫോമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ഫോമുകൾ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോണിറ്ററി ഡിസ്പ്യൂട്ടിന് മിനിമം 200, മാക്സിമം 2000 ഓർത്ത് വയ്ക്കണം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എലക്ഷൻ ആണെങ്കിൽ 2000, അതേഴ്സ് ആണെങ്കിൽ 500. റിവിഷന് ഫീസ് എങ്ങനെയാണ് വരിക? 250 തന്നെയാണ് കേട്ടോ. റിവിഷൻ 250, റിവ്യൂവിന് 250. പിന്നെ നമ്മൾ കുറച്ച് ഫോം നമ്പേഴ്സ് പറഞ്ഞു. അപ്പോൾ ഫോം നമ്പേഴ്സ് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോകാം കേട്ടോ. കേൾക്കുക. ഫോം നമ്പർ 15 എന്താണ്? അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഫോമാണ്. ഫോം ഓഫ് അപ്പീൽ ടു ട്രിബ്യൂണലാണ് ഫോം നമ്പർ 15. ഫോം നമ്പർ 16 ഫോം ഓഫ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ളതാണ് ഫോം നമ്പർ 16. ഫോം നമ്പർ 17 എന്തായിരുന്നു? ഓൾ പ്രിൻസിപ്പൽ അപ്ലിക്കേഷൻസ് അതർ ദാൻ അപ്പീൽ ആൻഡ് റിവ്യൂ. അപ്പോൾ അതെന്താണ്? റിവിഷനായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ 17 റിവിഷനുമായി ബന്ധപ്പെട്ടത് ഫോം നമ്പർ ഏതായിരുന്നു? 17. 18 ഇൻ്റർലൊക്കേറ്ററി അപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽ. ഫോം ഓഫ് ഇൻ്റർലൊക്കേറ്ററി അപ്ലിക്കേഷൻ ടു ട്രിബ്യൂണലാണ് ഫോം നമ്പർ 18. ഫോം നമ്പർ 19 എന്താണ്? നോട്ടീസ് ടു കൺസേൺഡ് പാർട്ടീസ് ടു ക്യൂർ ദ ഡിഫക്ട്സ് ഇൻ അപ്പീൽ. അപ്പീലിൽ എന്തെങ്കിലുമുള്ള ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡിഫക്ട്സ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 19 കൊടുക്കുന്നത്. 20 നോട്ടീസ് ഓഫ് ഹിയറിംഗ് ടു ദ കൺസേൺഡ് പാർട്ടീസ് ഇഫ് ദ ഡിഫക്റ്റ് ഈസ് നോട്ട് ക്യൂർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ വിളിച്ചു ചേർക്കുന്നതാണ് 20 നോട്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഫോം 15, 16, 17, 18, 19, 20 20 വരെ നമ്മൾ പറഞ്ഞു. 15 എന്താണ്? അപ്പീലുമായി ബന്ധപ്പെട്ടത്. 16 റിവ്യൂവുമായി ബന്ധപ്പെട്ടത്. 17 റിവിഷനുമായി ബന്ധപ്പെട്ടത്. ഓൾ പ്രിൻസിപ്പൽ അപ്ലിക്കേഷൻ അതർ ദാൻ അപ്പീൽ കേട്ടോ. 18 ഇൻ്റർലൊക്യൂട്ടറി അപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽ. 19 എന്താണ്? കൺസേൺഡ് പാർട്ടീസിന് ഡിഫക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് 19 ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? കൊടുത്തത്. 20 ഡിഫക്റ്റ് ഒന്നും പരിഗണിച്ചില്ലെങ്കിൽ അവരെ ജസ്റ്റ് ഒരു ഹിയറിങ്ങിന് വേണ്ടി വിളിപ്പിക്കും. അതാണ് 20. ഇനി അടുത്തത് 21 തൊട്ടിട്ട് 30 വരെയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. 15 മുതൽ 30 വരെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫോം നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോം നമ്പേഴ്സ് നന്നായി പഠിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഫോം നമ്പർ ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയ നല്ല കാര്യമല്ലേ. അപ്പോൾ 21 എന്താ വെച്ചാൽ രജിസ്റ്റർ ഓഫ് അപ്പീലാണ് കേട്ടോ. അപ്പീൽ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? 21-ലാണ്. 22 റിവ്യൂവുമായി ബന്ധപ്പെട്ട രജിസ്റ്ററാണ്. രജിസ്റ്റർ ഓഫ് അപ്ലിക്കേഷൻ ഫോർ റിവ്യൂ. 23 രജിസ്റ്റർ ഓഫ് അപ്ലിക്കേഷൻ ഫോർ റിവിഷൻ. 24 രജിസ്റ്റർ ഓഫ് അപ്ലിക്കേഷൻ ഫോർ റീസ്റ്റോറേഷൻ. 25 ഫോം നമ്പർ 25 എന്താണ്? രജിസ്റ്റർ ഓഫ് അപ്ലിക്കേഷൻ ഫോർ മിസ്സലേനിയസ് മാറ്റേഴ്സ്. 26 രജിസ്റ്റർ ഓഫ് അൺരജിസ്റ്റേർഡ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 26. 27 ഇൻറ്റിമേഷൻ അയക്കുന്നത് നമ്മൾ പറഞ്ഞു. രജിസ്ട്രാർക്ക് രേഖകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇൻറ്റിമേഷൻ അയക്കുന്നത് 27-ലാണ്. 28 പ്രിലിമിനറി ഹിയറിംഗ്. 29 ഫൈനൽ ഹിയറിംഗ് ആണ്, നോട്ടീസ് ഓഫ് ഹിയറിംഗ്. അത് കഴിഞ്ഞാൽ 30 അപ്ലിക്കേഷൻ ഫോർ സർട്ടിഫൈഡ് കോപ്പീസ്. അത്രയാണ് ഈ ഫോമുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം പക്കയായിട്ട് കിട്ടും. അപ്പോൾ ഒരുവിധം ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ കൂടുതൽ വീഡിയോസ് ഉണ്ട് നമ്മുടെ, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ പോയി നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ, പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, അതായത് ടഫായ ചാപ്റ്റേഴ്സ് നമുക്ക് ആദ്യം തീർക്കാം. രജിസ്ട്രേഷൻ നമ്മൾ കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് ടഫായ ഭാഗങ്ങൾ തീർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, എളുപ്പമുള്ള ഭാഗത്തേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടി ടഫായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട്
കംപ്ലീറ്റ് ആദ്യം സെക്ഷൻ മൊത്തം നമ്മൾ കവർ ചെയ്യും, അതിനുശേഷം നമ്മൾ ലോ മൊത്തം കവർ ചെയ്യും. പിന്നെ നമുക്കൊരു റാപ്പിഡ് റിവിഷൻ പോലെ വെക്കാം. അപ്പോൾ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട റാപ്പിഡ് റിവിഷൻ നമുക്ക് എക്സാമിന് മുമ്പേ ഫുൾ ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഫുൾ സെറ്റാവും. അപ്പോൾ നിങ്ങളുടെ വാല്യുബിളായ റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. പിന്നെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, താഴെ പിൻ ചെയ്തിട്ടുണ്ടാവും, അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, കുറച്ച് ഇംഗ്ലീഷോ സമയമുള്ള പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷൻ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും, ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്